ഹായ് ഓൾ, ഏവർക്കും ലിറ്റ്ഷൂർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെറ്റ് ഇംഗ്ലീഷ് പ്രിപ്പറേഷൻ നടത്തുന്ന സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ പുതിയതായിട്ടൊരു MCQ ബാച്ച് ആരംഭിക്കാനായിട്ട് പോവുകയാണ്. പ്രധാനമായും MCQ ബാച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ എക്സാം ഏകദേശം ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് LBS തന്നിരിക്കുന്നത് ഫെബ്രുവരി 2-ാം തീയതിയാണ്. അപ്പോൾ കൃത്യമായി ഇനിയും നിങ്ങൾക്ക് മുന്നിൽ സമയമുണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏകദേശം 6 യൂണിറ്റുകളും കൃത്യമായി ഫോക്കസ് ചെയ്തിട്ട്, സെറ്റ് ഇംഗ്ലീഷിൻ്റെ കാര്യമാണ് എടുത്തു പറയുന്നത്, 6 യൂണിറ്റുകളും കൃത്യമായി ഫോക്കസ് ചെയ്ത് മാക്സിമം ഏതൊക്കെയാണ് ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ മാക്സിമം ഈ ഒരു സമയത്തിൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മറ്റ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, അങ്ങനെ എല്ലാം വർക്കൗട്ട്, ലിറ്ററേച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന, ഇല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ടൈമാണ് ഇനിയുള്ള ആ ഒരു ടൈം എന്ന് പറഞ്ഞത്. അതായത് ഡിസംബർ ഇപ്പോൾ ലാസ്റ്റായി, ദെൻ ജനുവരി ഫുള്ളുണ്ട്. അപ്പോൾ ഈ കൃത്യമായിട്ട് പറയാനുണ്ട്, 1-1.5 മാസം നിങ്ങൾക്ക് മുന്നിൽ ഇനിയും സമയമുണ്ട്. അപ്പോൾ പഠിച്ച് തീരാത്തവരാണെങ്കിൽ പോലും ഇനിയും പഠിച്ചു തീർന്നതിന് ശേഷം ഈ ഒരു ഇതേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ അവസരമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു MCQ ബാച്ച് ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ തന്നിരിക്കുന്ന പോലെ 20 സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻ ബാങ്കാണ്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഓരോ 6 യൂണിറ്റുകളാണ് സിലബസ് പ്രകാരം തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഓരോ യൂണിറ്റിനെയും കൃത്യമായി ഫോക്കസ് ചെയ്ത് ഏതൊക്കെ ഏരിയാസാണ് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്തില്ല, എംഫസൈസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി നമ്മൾ പ്ലാൻ ചെയ്തുണ്ടാക്കിയിരിക്കുന്ന 20 സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻ ബാങ്കാണ്. ഈ 20 സെറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സെറ്റിലും കുറച്ചധികം തന്നെ ക്വസ്റ്റ്യൻസ് തന്നിരിക്കുക. അങ്ങനത്തെ 20ഓളം സെറ്റാണ് തന്നിരിക്കുന്നത്. അല്ലാതെ 20 ക്വസ്റ്റ്യൻ എന്നല്ല ഉദ്ദേശിക്കുന്നത്, അത് മനസ്സിലാക്കുക. ദെൻ മോക്ക് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ആ ഓരോ യൂണിറ്റുകൾക്കും സെപ്പറേറ്റ് ആയി, ഇപ്പോൾ യൂണിറ്റ് 1 എന്ന് പറഞ്ഞ ഒരു മോക്ക് എക്സാം നടത്തുകയാണെങ്കിൽ അതിൽ കൃത്യമായിട്ട് ഈ പറയപ്പെടുന്ന യൂണിറ്റ് 1 ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെ 6 യൂണിറ്റുകൾക്കും സെപ്പറേറ്റ് മോക്ക് എക്സാം ഉണ്ടാവും. ദെൻ മോഡൽ എക്സാം, നമുക്കറിയാവുന്ന പോലെ യഥാർത്ഥ സെറ്റ് എക്സാം 120ഓളം ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലാണെങ്കിൽ, അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇവിടെ 120ഓളം ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിൽ തന്നെയാണ് മോഡൽ എക്സാം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാക്കേജിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയാണെന്ന് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 750+ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാത്രം പ്രാക്ടീസ് ചെയ്യാം. പ്രധാനമായിട്ട് എടുത്ത് മനസ്സിലാക്കേണ്ട, ഇതിനു മുമ്പുള്ള ചോദ്യങ്ങൾ, അതായത് ഇതിനു മുമ്പുള്ള സെറ്റ് എക്സാമിൽ പല ചോദ്യങ്ങളും ഈ ഒരു ബാങ്കിൽ നിന്നും വന്നതായിട്ടുണ്ട്. ചിലപ്പോൾ ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്, ചിലത് ഇൻഡയറക്റ്റ്. അതായത് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ മോഡലും കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻസ് ചില ഹിൻസും നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട ഓപ്ഷൻസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് അതും മറ്റു രീതിയിൽ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ടാവും. എല്ലാം അതേപോലെ വരണമെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. എങ്കിലും കൃത്യമായിട്ട് ഈ ഒരു 750+ ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന വഴി തന്നെ എങ്ങനെയും നല്ലൊരു രീതിയിലൊരു സ്കോർ അറ്റൈൻ ചെയ്യാൻ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് കുട്ടികൾ തന്നെ നമ്മളോട് ഷെയർ ചെയ്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും ആത്മവിശ്വാസത്തോടുകൂടി ഈ ഒരു ബാച്ച് വീണ്ടും ഈ ഒരു ഇങ്ങനെയുള്ളൊരു MCQ ബാച്ച് കൂടി എല്ലാ വർഷവും നമുക്കിങ്ങനെ നടത്താനായിട്ട് സാധിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുന്ന ഈ ഒരു ബാച്ച്, ഇല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വെറും 1000 രൂപയ്ക്കാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട സമയം, നിങ്ങൾക്ക് ഇനിയും ഒരു 1-1.5 മാസം സമയമുണ്ട്. മാക്സിമം നിങ്ങളെല്ലാം പഠിച്ചു വരിക. പഠിച്ചതിന് ശേഷം ഈ മാക്സിമം ഈ ഒരു ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി നിങ്ങളുടെ പഠനം അത്രത്തോളം നിങ്ങൾക്ക് ഇപ്രാവശ്യം സെറ്റ് ഉറപ്പിക്കാം എന്ന കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാവുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും മറക്കണ്ട, MCQ ബാച്ച് അതല്ല അഡ്മിഷൻസ് ആരംഭിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു നിങ്ങളുടെ സീറ്റ്സ് ഉറപ്പാക്കുക. സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്ഷൂർ അക്കാഡമി. താങ്ക് യു ഓൾ.